ഹലോ ഗേസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളുടെ തോട്ടത്തിലെ ചെറി കൊണ്ടുള്ളൊരു ചെറിയ ഡ്രിങ്ക് തയ്യാറാക്കാനാണ് നമ്മളിവിടെ പോകുന്നത്. ഇപ്പോൾ ചെറിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ അതിൽ നിറച്ച് കായ്കൾ പിടിച്ചിട്ടുണ്ട്. അതിൽ പഴുത്തത് നോക്കി നമുക്ക് ഇറുത്തെടുക്കാം. നമ്മുടെ നാട്ടിൽ ഇതിന് ചെറി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെടിയിൽ നിറയെ കായ്കൾ പിടിച്ചിട്ടുണ്ട്. അതിൽ പഴുത്തത് മാത്രം ഇറുത്തെടുക്കാം. നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് അമ്മ ഇവിടെ കൊണ്ട് നട്ടൊരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഈ ഞാവല് പക്ഷെ 2 വർഷമായി. ഇപ്പോൾ നിറയെ പിഞ്ച് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 5-6 കായ്കൾ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ നിറയെ പിടിച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് ഞാവലാണ്. നമ്മളിവിടെ ചെറി മുഴുവനായി ഇറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിൽ വെള്ളത്തിലേക്കിട്ട് നന്നായി കഴുകിയെടുക്കാം. നല്ല രീതിയിൽ കഴുകി മാറ്റിയതിന് ശേഷം അതിൻ്റെ ഞെട്ടുകളെല്ലാം എടുക്കുക. ചിലതിൽ നിറയെ ഇതിൽ മുഞ്ഞയുണ്ട്. അതുകൊണ്ട് വൃത്തിയായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കണം. നമ്മളതിൻ്റെ ഞെട്ടുകളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി അടിച്ചെടുക്കണം. അതിലൊട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അടിച്ചെടുക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതിനെ ഒരു ജ്യൂസരിപ്പ് കൊണ്ട് അരിച്ചെടുക്കുക. നമ്മളതിൻ്റെ ചാറ് മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഐസ് ക്യൂബുകളായി മാറ്റാൻ വേണ്ടി ഫ്രീസറിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിന്ന് ഒരു 3-4 ഐസ് ക്യൂബ്സ് എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പോ പഞ്ചസാരയോ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണിത്. കൂടാതെ വൈറ്റമിൻ കണ്ടന്റ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഇതിൽ. കൂടാതെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത്. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സാധാരണയായി കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു.